ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ LSTI പരീക്ഷയുടെ പേപ്പർ 2 പഞ്ചായത്ത് രാജ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗമാണ്. ഇത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് രാജിനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എതിർത്തവരും അനുകൂലിച്ചവരും ആരൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ഒരു ആർട്ടിക്കിളായിട്ടാണ് കിടക്കുന്നത്, ഞാനത് വായിക്കാം. നിങ്ങളപ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ചിലപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു ആർട്ടിക്കിളായിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വായിക്കാം. ഗ്രാമഭരണം. ഭരണഘടനാ നിർമ്മാതാക്കൾ എന്തു പറഞ്ഞു? ഗ്രാമങ്ങളിലെ ഭരണം എങ്ങനെ വേണമെന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന ചർച്ചകളിലൊന്നായിരുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനം താഴെത്തട്ടിലേക്ക് ഭരണമെത്തിക്കുമെന്ന് സഭയിലെ ഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടു. അതേസമയം പഞ്ചായത്ത് രാജ് നടപ്പാക്കുന്നത് രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെയും സുരക്ഷയെയും ബാധിക്കുമെന്ന വിമർശനവും ഉണ്ടായി. 1870 ലോർഡ് മേയോ പാസാക്കിയ സാമ്പത്തിക വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള പ്രമേയത്തെ റെസൊല്യൂഷൻ ഫോർ ഫിനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ ഇന്നത്തെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായി കണക്കാക്കാം. ഒന്നുകൂടി വായിക്കാം. 1870 ലോർഡ് മേയോ പാസാക്കിയ സാമ്പത്തിക വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള പ്രമേയത്തെ ഇന്നത്തെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായി കണക്കാക്കാം. പിന്നീട് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന റിപ്പൺ പ്രഭു നടപ്പിലാക്കിയ നയങ്ങളും നിയമങ്ങളും പ്രാദേശിക ഭരണ സംവിധാനത്തിന് അടിത്തറ നൽകി. പഞ്ചായത്ത് രാജിൻ്റെ പിതാവാണ് ആര്? റിപ്പൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഭരണഘടനാ നിർമ്മാണ സമിതികളിൽ തന്നെ നടന്നു. ഗാന്ധിജിയുടെ ഗ്രാമീണ സ്വരാജ് എന്ന ആശയം ഭരണഘടനാ സമിതിയിലെ നിരവധി അംഗങ്ങളെ സ്വാധീനിച്ചിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന ഗാന്ധിജിയുടെ ഉദ്ബോധനം നിരവധി അംഗങ്ങൾ മുന്നോട്ട് വച്ചു. ഇതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കൂടുതൽ അധികാരം കേന്ദ്രീകരിക്കണമോ അതോ ചെറിയ പഞ്ചായത്തുകൾക്ക് വരെ അധികാരം വികേന്ദ്രീകരിച്ച് നൽകണോ എന്നുള്ള കാര്യത്തിൽ വിപുലമായ ചർച്ചകൾ നടന്നു. ചർച്ചകളിൽ നിരവധി ആളുകൾ പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിനായി ശക്തമായി വാദിച്ചു. പഞ്ചായത്ത് രാജ് സ്ഥാപിക്കുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുമെന്ന ഭയവും ചില അംഗങ്ങൾ പ്രകടിപ്പിച്ചു. ഗോകുൽഭായ് ദൗലത് റാം ഭട്ട് ബോംബെ സ്റ്റേറ്റ്സ് ഗ്രാമപഞ്ചായത്തുകളെ ഭരണത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളായി വിലമതിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പ്രത്യയശാസ്ത്രം ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. പഞ്ചായത്തുകളെ ശാക്തീകരിക്കുന്നത് യഥാർത്ഥ പ്രാതിനിധ്യത്തിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നയിക്കുമെന്ന് അദ്ദേഹം വാദിച്ചു. ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തത കൈവരിക്കുകയും സ്വയം ഭരിക്കുകയും ചെയ്യുന്ന വികേന്ദ്രീകൃത ജനാധിപത്യത്തെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കണമെന്നാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ HV കാമത്ത് അഭിപ്രായപ്പെട്ടത്. ശക്തവും സുസ്ഥിരവുമായ ഇന്ത്യയുടെ അടിത്തറയായി ഗ്രാമങ്ങളിലുള്ള ഗാന്ധിജിയുടെ വിശ്വാസത്തിൽ ഊന്നിയ ഭരണഘടനയാണ് നമുക്ക് വേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇവിടെ അനുകൂലിച്ചവർ രണ്ടുപേരെയാണ് പറഞ്ഞത്. ഗോകുൽഭായ് ദൗലത് റാം ഭട്ട്, പിന്നെ HV കാമത്ത്. അടുത്തത് UPയിൽ നിന്നുള്ള സേത്ത് ദാമോദർ സ്വരൂപ് അധികാരത്തിൻ്റെ അമിത കേന്ദ്രീകരണത്തെ വിമർശിക്കുകയും ഗ്രാമ റിപ്പബ്ലിക്കുകൾ, നഗര റിപ്പബ്ലിക്കുകൾ, പ്രവിശ്യ റിപ്പബ്ലിക്കുകൾ, ഒരു സെൻട്രൽ റിപ്പബ്ലിക് എന്നിവയുൾപ്പെടെ ഒരു 4 തല സംവിധാനത്തിനായിട്ട് വാദിക്കുകയും ചെയ്തു. ആരാണ്? UPയിൽ നിന്നുള്ള സേത്ത് ദാമോദർ സ്വരൂപ് അധികാരത്തിൻ്റെ അമിത കേന്ദ്രീകരണത്തെ വിമർശിക്കുകയും ഗ്രാമ റിപ്പബ്ലിക്കുകൾ, നഗര റിപ്പബ്ലിക്കുകൾ, പ്രവിശ്യ റിപ്പബ്ലിക്കുകൾ, ഒരു സെൻട്രൽ റിപ്പബ്ലിക് എന്നിവയുൾപ്പെടെ ഒരു 4 തല സംവിധാനത്തിനായി വാദിക്കുകയും ചെയ്തു. ഈ ഘടന യഥാർത്ഥ ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുമെന്നും അഴിമതിയും കാര്യക്ഷമതയില്ലായ്മയും കുറയ്ക്കുമെന്നും അദ്ദേഹം വാദിച്ചു. മദ്രാസിൽ നിന്നുള്ള T പ്രകാശം ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള വാദങ്ങളെ പിന്തുണയ്ക്കുകയും ഗ്രാമപ്രദേശങ്ങളിൽ സ്വയംഭരണം കൊണ്ടുവരുന്നതിൽ അവരുടെ പങ്ക് ഊന്നിപ്പറയുകയും ചെയ്തു. മദ്രാസിൽ നിന്നുള്ള T പ്രകാശം ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള വാദങ്ങളെ പിന്തുണയ്ക്കുകയും ഗ്രാമപ്രദേശങ്ങളിൽ സ്വയംഭരണം കൊണ്ടുവരുന്നതിൽ അവരുടെ പങ്ക് ഊന്നിപ്പറയുകയും ചെയ്തു. ഗ്രാമങ്ങളുടെ പുനർനിർമ്മാണം ദേശീയ വികസനത്തിന് നിർണായകമാണെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. മദ്രാസിൽ നിന്ന് തന്നെയുള്ള VI മുനിസ്വാമി പിള്ള ഗ്രാമീണ ജനതയ്ക്ക് സ്വയംഭരണം നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾ അത്യാവശ്യമാണെന്ന് വാദിച്ചു. മദ്രാസിൽ നിന്നുള്ള VI മുനിസ്വാമി പിള്ള ഗ്രാമീണ ജനതയ്ക്ക് സ്വയംഭരണം നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾ അത്യാവശ്യമാണെന്ന് വാദിച്ചു.
ഗ്രാമങ്ങളുടെ സാമ്പത്തിക സംഭാവനകളും അവയുടെ വികസനത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. മദ്രാസ് സ്റ്റേറ്റിലെ ഡോക്ടർ വി സുബ്രഹ്മണ്യം രാജ്യത്തെ ശക്തവും സ്വയം പര്യാപ്തവുമാക്കുന്നതിന് അത്യന്താപേക്ഷിതമായ ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ ജീവനുള്ള കോശം എന്നാണ് ഗ്രാമപഞ്ചായത്തുകളെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളെ ജീവനുള്ള കോശം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ജീവനുള്ള കോശമെന്ന് ഗ്രാമപഞ്ചായത്തുകളെ വിശേഷിപ്പിച്ചാരാണ്? ഡോക്ടർ വി സുബ്രഹ്മണ്യമാണ്. സമഗ്രമായ പ്രാദേശിക ഭരണം ഉറപ്പാക്കുന്നതിന് അവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം വാദിച്ചു. പഞ്ചായത്ത് രാജിനോട് എതിർപ്പ്. ചില പ്രധാന വ്യക്തികൾ പഞ്ചായത്ത് രാജ് ഉൾപ്പെടുന്നതിനെ വളരെ കാര്യയുക്തമായി എതിർത്തിരുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് നമ്മുടെ ഭരണഘടനാ പിതാവായ ഡോക്ടർ അംബേദ്കർ തന്നെയായിരുന്നു. സമൂഹങ്ങളെ പ്രാദേശികതയിലേക്ക് മുങ്ങൽ, അജ്ഞത, സങ്കുചിത മനോഭാവം, വർഗീയത എന്നിവയുടെ ഗുഹ എന്നെല്ലാമാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. സമൂഹങ്ങളെ പ്രാദേശികതയിലേക്ക് മുങ്ങൽ, അജ്ഞത, സങ്കുചിത മനോഭാവം, വർഗീയത എന്നിവയുടെ ഗുഹ എന്നെല്ലാമാണ് അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഗ്രാമീണ ജീവിതത്തിൻ്റെ ആദർശവൽക്കരണത്തെയും ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരു ആധുനിക രാഷ്ട്രത്തിൻ്റെ അടിത്തറ കഴിയുമെന്ന വിശ്വാസത്തെയും അദ്ദേഹം വിമർശിച്ചു. ഗ്രാമീണ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ദേശീയ ഭരണത്തിന് സംഭാവന നൽകുന്നതിൽ അവയുടെ ഫലപ്രാപ്തിയെയോ മൂല്യത്തെയോ സൂചിപ്പിക്കുന്നില്ലെന്ന് അദ്ദേഹം വാദിച്ചു. പ്രാദേശിക ഭരണം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യക്ഷമതയെയും പ്രായോഗികതയെയും അദ്ദേഹം ചോദ്യം ചെയ്തു. പഞ്ചായത്തുകളിലൂടെയുള്ള വികേന്ദ്രീകരണ ഭരണത്തിന് ആധുനിക ഇന്ത്യയുടെ ഭരണപരവും വികസനപരവുമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമോ എന്ന് അംബേദ്കർ സംശയം പ്രകടിപ്പിച്ചു. നിലവിലുള്ള സാമൂഹ്യ ശ്രേണികളെയും അസമത്വങ്ങളെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾ സ്വേച്ഛാധിപത്യപരമായി മാറുമെന്ന് അംബേദ്കർ ഭയപ്പെട്ടു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവേചനവും പാർശ്വവൽക്കരണവും നിലനിർത്തുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശങ്ക. പ്രത്യേകിച്ച് താഴ്ന്ന ജാതിക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ വികേന്ദ്രീകരണത്തിൻ്റെ സൈദ്ധാന്തിക ആഹ്വാനത്തെ അംഗീകരിക്കുമ്പോൾ പ്രായോഗികമായി ക്രമസമാധാനം നിലനിർത്തുന്നതിനും ഏകീകൃത നയങ്ങൾ നടപ്പാക്കുന്നതിനും രാഷ്ട്രത്തെ വികസനത്തിലേക്ക് നയിക്കുന്നതിനും കേന്ദ്രീകൃത ഭരണം ആവശ്യമെന്ന് അംബേദ്കർ വാദിച്ചു. ഇന്ത്യയുടെ വൈവിധ്യമാർന്നതും വിഭജിക്കപ്പെട്ടതുമായ സാമൂഹ്യ ഭൂപ്രകൃതിയിലുടനീളം നീതിയും തുല്യതയും ഉറപ്പാക്കുന്നതിന് ശക്തമായ കേന്ദ്ര അധികാരം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ ഗ്രാമഭരണം പരാജയപ്പെട്ട ചരിത്രപരമായ സംഭവങ്ങൾ അംബേദ്കർ ചൂണ്ടിക്കാട്ടി. പരമ്പരാഗത ഗ്രാമഘടനകൾക്ക് പലപ്പോഴും ഒഴിവാക്കപ്പെടുകയും പുരോഗമന പരിഷ്കാരങ്ങളെ ചെറുക്കുകയും ചെയ്തതെങ്ങനെയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചായത്ത് രാജിനെതിരായ ഡോക്ടർ അംബേദ്കറുടെ വാദങ്ങൾ സാമൂഹ്യനീതി, കാര്യക്ഷമത, പ്രാദേശിക സ്വേച്ഛാധിപത്യത്തിനുള്ള സാധ്യത എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളിൽ വേരൂന്നിയവയാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെയും പിന്നോക്കക്കാരുടെയും ഉന്നമനത്തിനായി ഏകീകൃത നിയമങ്ങളും നയങ്ങളും നടപ്പാക്കാൻ പ്രാപ്തിയുള്ള ശക്തവും കേന്ദ്രീകൃതവുമായ ഒരു ഭരണകൂട സംവിധാനം സൃഷ്ടിക്കുന്നതിനാണ് അദ്ദേഹം ഊന്നൽ നൽകിയത്. ഭരണഘടനാ സമിതിയിലെ മറ്റു ചിലരും പഞ്ചായത്ത് രാജിനെ എതിർത്തിരുന്നു. എൻ. ഗോപാലസ്വാമി അയ്യങ്കാർ വികേന്ദ്രീകൃത ഗ്രാമഭരണകൂടങ്ങളെക്കാൾ ശക്തമായൊരു കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞു. നിരവധി ചെറിയ ഗ്രാമ യൂണിറ്റുകളിലൂടെ ഭരണപരമായ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രായോഗികതയും കാര്യക്ഷമതയും അദ്ദേഹം ചോദ്യം ചെയ്തു. മലയാളി കൂടിയായ ദാക്ഷായണി വേലായുധൻ നിർദ്ദിഷ്ട പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ജനാധിപത്യ തത്വങ്ങളുടെ അഭാവത്തെ വിമർശിക്കുകയും ദേശീയ ഐക്യവും ഭരണവും കൈവരിക്കുന്നതിൽ വികേന്ദ്രീകരണത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുകയും ചെയ്തു. കെ. സന്താനം ഇന്ത്യൻ സാഹചര്യത്തിൽ വിഘടിച്ച ഭരണകൂടങ്ങളെക്കാൾ ശക്തമായ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാണ് ഉചിതമെന്ന് വാദിച്ചു. അമിതമായ പ്രാദേശികവാദത്തിൻ്റെ അപകടസാധ്യതകളും ദേശീയ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന സങ്കുചിതത്വത്തിനുള്ള സാധ്യതയും അദ്ദേഹം ഉയർത്തിക്കാട്ടി. ഈ വാദങ്ങൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പ്രായോഗികത, ഫലപ്രാപ്തി, വിഭാഗീയത എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഐക്യം നിലനിർത്തുന്നതിനും ദേശീയ പുരോഗതിയെ നയിക്കുന്നതിനും ശക്തമായ കേന്ദ്രീകൃത ഭരണത്തിൻ്റെ ആവശ്യകതയെയാണ് പഞ്ചായത്ത് രാജിനെ എതിർക്കുന്നവർ മുന്നോട്ട് വച്ചത്. എന്നാൽ പഞ്ചായത്തുകളെക്കുറിച്ചുള്ള നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് അല്പം അവ്യക്തമായിരുന്നു.
അവയെ രാഷ്ട്രീയ സ്ഥാപനങ്ങളായോ ബ്യൂറോക്രാറ്റിക് കമ്മിറ്റികളായോ പരിഗണിക്കുന്നതിൽ അദ്ദേഹം താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. ചില സമയങ്ങൾ പഞ്ചായത്ത് രാജിനെ അദ്ദേഹം അനുകൂലിച്ചിരുന്നു. യഥാർത്ഥ അധികാരം ഗ്രാമങ്ങളിലെയും ജില്ലകളിലെയും ജനങ്ങളുടെ കൈകളിലായിരിക്കണം എന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. എന്നാൽ രാജ്യം ഭരിക്കുന്നതിൽ സജീവ പങ്കുവഹിക്കുന്നതിന് മുമ്പ് അവർക്ക് ഭരണത്തിൽ പരിശീലനവും ആവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. രസകരമെന്ന് പറയട്ടെ, നെഹ്റു ചിലപ്പോൾ പഞ്ചായത്തുകളെ രാഷ്ട്രീയ നേതാക്കളെക്കാൾ തിരഞ്ഞെടുക്കപ്പെട്ട സിവിൽ സർവീസുകാർ ഭരിക്കണമെന്ന് കണക്കാക്കി. ചുരുക്കത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം നെഹ്റു തിരിച്ചറിഞ്ഞപ്പോൾ പഞ്ചായത്തുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ബഹുമുഖമായിരുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിനും ബ്യൂറോക്രാറ്റിക് പ്രവർത്തനങ്ങൾക്കും ഇടയിൽ. എന്നിരുന്നാലും ഭരണഘടന പഞ്ചായത്തുകൾക്ക് വ്യക്തമായി വ്യവസ്ഥ ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ നെഹ്റു ഇടപെട്ടില്ല. ഒടുവിൽ പഞ്ചായത്ത് രാജിനെപ്പറ്റി വ്യക്തമായി പരാമർശിക്കാതെ നിർദ്ദേശക തത്വങ്ങളിൽ മാത്രമായി പഞ്ചായത്ത് രാജിനെപ്പറ്റി പരാമർശിച്ചുകൊണ്ട് ഭരണഘടന നിലവിൽ വന്നു. 1992 73ാമത് ഭരണഘടനാ ഭേദഗതിയാണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായം പരിഷ്കരിക്കുകയും ഇന്ത്യയിൽ വികേന്ദ്രീകൃത ഭരണത്തിന് കൂടുതൽ ഘടനാപരമായ ചട്ടക്കൂട് നൽകുകയും ചെയ്തത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത്. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് പഞ്ചായത്ത് രാജിനെ എതിർത്തത്? ആദ്യത്തെ ഡോക്ടർ BR അംബേദ്കർ, പിന്നെ പറഞ്ഞത് N ഗോപാലസ്വാമി അയ്യങ്കാർ, പിന്നെ മലയാളിയായിട്ടുള്ള ദാക്ഷായണി വേലായുധൻ. നെഹ്റു എതിർക്കുകയും ചെയ്തു, എന്നാൽ അനുകൂലിക്കുകയും ചെയ്തു. ഇനി അനുകൂലിച്ചവരുടെ പേരുകൾ ആരൊക്കെയായിരുന്നു? ഗോകുൽഭായ്, ദൗലത് റാം ഭട്ട്, HV കാമത്ത്, പിന്നെ UP നിന്നുള്ള സേത്ത് ദാമോദർ സ്വരൂപ്, പിന്നെ മദ്രാസിൽ നിന്നുള്ള T പ്രകാശം, പിന്നെ VI മുനുസ്വാമി. VI മുനുസ്വാമി ആണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജീവനുള്ള കോശം എന്നാണ് ഗ്രാമപഞ്ചായത്തുകളെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ പഞ്ചായത്ത് രാജിനെ എതിർത്തവരും ഭരണഘടനാ നിർമ്മാണ സഭയിൽ എതിർത്തവരും അനുകൂലിച്ചവരെയും കുറിച്ചുള്ള ഒരു ചെറിയ ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.